അപ്പോൾ ഇന്ന് ചിക്കൻ കൊണ്ടുള്ളൊരു അടിപൊളി ഡിഷാട്ടോ. കരാഹി എന്നതിൻ്റെ പേര്, ചിക്കൻ കരാഹി. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുത്തിട്ട് ഈ ചിക്കൻ ഫ്രൈ ആകാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലോ ഏതും പറ്റും കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നിങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുക്കണം കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുക. ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണേ. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ 1 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ വേവിച്ചെടുക്കണം, ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പാനൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് വലിയ പാൻ തന്നെ ആക്കി കണ്ടില്ലേ, ഇതുപോലെ വൃത്തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതാ തക്കാളി, ഇതിൽ കുറേ തക്കാളി വേണം. അപ്പോൾ ഞാൻ 6 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ്. ഇതാ പിന്നെ ഇഞ്ചി ഇതുപോലെ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെക്കാം. കുറച്ച് മല്ലിയിലയും വേണം കേട്ടോ. പിന്നെ പച്ചമുളക്, നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അരച്ചെടുത്തതായാലും മതി കേട്ടോ. ഇത്രയും സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ ഇടയിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ചിക്കൻ ആവുന്ന സമയം കൊണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ കണ്ടോ നന്നായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടുക കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പോ കാര്യങ്ങളൊന്നും ഇടാതെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഫ്രൈ ആയ ശേഷം നമുക്ക് ഇത്രയും ഓയിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓയിൽ ഫുള്ളായിട്ട് നമുക്ക് ഇനി വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് അതിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ 1 ടേബിൾ സ്പൂണ് ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു തക്കാളിനെ ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം, വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിട്ട്. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് മറിച്ചിട്ട് തിരിച്ചിട്ടിട്ട് ഈ തക്കാളിനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. അപ്പം ആവശ്യത്തിനനുസരിച്ച് എരിവ് എത്ര വേണം അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അതും ഇട്ട് കൊടുക്കണം. പിന്നെ ആ കറിവേപ്പിലയും പച്ചമുളകും ആ ഒരു ചതച്ചതെടുത്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ നിറയെ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിക്കൻ എത്രയൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടൊക്കെ ഇതിലൊക്കെ അളവിൽ മാറ്റം വരുത്തി കൊടുക്കണം കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്യൊന്നും വേണ്ട, നമുക്കിതിങ്ങനെ തന്നെ ഒന്ന് അടിച്ച് വെക്കാം. ചെറിയ തീയിലാക്കിയിട്ട് കണ്ടില്ലേ, ഒരു 2-3 മിനിറ്റോളം ഞാൻ ഇത് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ചെറിയ തീയാവുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പാനിന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നീക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആ ഒരു തക്കാളി, അപ്പുറം വെച്ച തക്കാളി ഒന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ തക്കാളിനെ കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ആ സംഭവങ്ങളൊന്നും മിക്സ് ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിന് ഞാനൊരു എണ്ണയിലേക്ക് ആക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ ആയിട്ട് ക്ലിയർ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ 2 ഭാഗവും ഇതാക്കിയിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ആ ഒരു തൊലി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തൊലിയും കൂടെ ഞാൻ ഫുള്ളായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തക്കാളിനെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര തക്കാളി ഇട്ടിട്ട് പോലും നമുക്ക് ഈ ഒരു ഡിഷിന് ഇതിൻ്റെ ഗ്രേവി കുറവായിരുന്നു. അപ്പോൾ എത്രത്തോളം തക്കാളി ഇടുന്നുണ്ടോ അത്രത്തോളം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടിന് കുത്തി ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കൻ നമുക്കിതിൽ ഈ ഒരു തക്കാളിയുടെ പേസ്റ്റിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. തക്കാളിൻ്റെ ആ ഒരു ഇത് ചിക്കനൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് 2-3 മിനിറ്റ് തീയൊന്നും കൂട്ടൊന്നും വേണ്ട, കുറച്ചിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു മണം കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇനി നമുക്ക് മല്ലിയിലും കാര്യങ്ങളൊക്കെ ഇടുമ്പം അതിലേറെ ടേസ്റ്റ് വരുന്നത് അതൊക്കെ ഇടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തന്നെ എടുക്കുന്ന ഈ പാന് ഒക്കെ ഒന്ന് വലുതാക്കി കൊടുക്കണം കേട്ടോ. കാരണം ചിക്കൻ നമുക്ക് അന്ന് കിടത്തിയിട്ട് ഇങ്ങനെ വേവിക്കാനുള്ളതല്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ കണ്ടോ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടുള്ളതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, ആവശ്യത്തിനനുസരിച്ചുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ആ ഒരു ഇഞ്ചി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചി നന്നായിട്ട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ കഴിക്കുമ്പം ഇഞ്ചിയും കൂടെ കഴിക്കുമ്പോഴാട്ടോ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ഇഞ്ചിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റും കൂടെ
തീ കൂട്ടി കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കട്ടെ. ആ ഒരു മല്ലിയിലയുടെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കാൻ പോവുകയാണേ. അപ്പോൾ ഇത് അടച്ചൊക്കെ വെച്ച് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് എരിവ് കുറവായിട്ട് തോന്നിയിട്ടാണ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയ്ക്ക് റൊട്ടിയുടെ കൂടെയൊക്കെയാണ് ഇത് കഴിക്കുക. പക്ഷെങ്കിൽ നമുക്ക് ചോറ് കഴിക്കുന്ന ആളുകൾക്ക് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത്. നെയ്ച്ചോറിൻ്റെ കൂടെ, സാധാരണ ചോറിൻ്റെ കൂടെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ പൊറോട്ട, പത്തിരി, ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പക്ഷെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചോറിൻ്റെ കൂടെയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടിപൊളിയാണ്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.